2 പീസ് ബ്രെഡും കുറച്ച് പാലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. കൂടാതെ നമ്മൾ സ്ത്രീകൾ ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട 2 പ്രോഡക്റ്റ്സ് കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. വാനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 പീസ് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ കുറച്ചൊരു ബട്ടർ അപ്ലൈ ചെയ്തിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലിട്ട് നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 2 ബ്രെഡിന് ഞാനൊരു 1/4 കപ്പ് പാലാണ് കേട്ടോ ഇതിനകത്തൊക്കെ ചേർക്കണത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് പാലിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ പാലിൽ ബ്രെഡ് നല്ല കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതുപോലെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പാലൊക്കെ നല്ലപോലെ ഈ ഒരു ബ്രെഡിലിട്ട് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചട്ടകമൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോട്ടാം. അപ്പോൾ ഇതുപോലെ മാറ്റിയെടുക്കണമായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. കുറേ ലേഡീസിന് അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, എങ്കിലും അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഫോക്സ്ടെയിലിൻ്റെ ഫേസ് വാഷും അതുപോലെ തന്നെ മോയ്സ്ചറൈസറുമാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സ്കിൻ കെയർ പ്ലാനറും ഇതിൻ്റെ കൂടെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നൈറ്റിലും ഡെയിലും ഒക്കെ നമ്മുടെ റുട്ടീനൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ ഫോക്സ്ടെയിലിൻ്റെ ഡെയിലി ഗ്ലോസ് ഫേസ് വാഷും അതുപോലെ നറിഷിംഗ് മോയ്സ്ചറൈസറും. ഈ ഡെയിലി ഗ്ലോ ഫേസ് വാഷിൽ നയാസിനമൈഡും അതുപോലെ ക്യാമമൈൽ എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിലും പറ്റിയൊരു ഫേസ് വാഷാണിത്. അപ്പോൾ നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്നൊരു ക്ലോത്തൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം പിന്നീട് ഉപയോഗിക്കേണ്ടതാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ ഫോക്സ്ടെയിൽ നറിഷിംഗ് മോയ്സ്ചറൈസറിൽ നയാസിനമൈഡും അതുപോലെ കോക്കം ബട്ടറും അടങ്ങിയിട്ടുണ്ട്. മോയ്സ്ചറൈസറും എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റുന്നതാണ്. അതുപോലെ ഡാൾ സ്കിന്നിനൊക്കെ മാറാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താവുന്ന 2 പ്രോഡക്റ്റ്സാണ് ഈ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ നറിഷിംഗ് മോയ്സ്ചറൈസറും. അപ്പോൾ ഈ 2 പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്ത് സ്നാക്ക് കഴിച്ച് നോക്കുക അല്ലേ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ എത്ര കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത്ര സോഫ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.